നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ അതികഠിനമായ ഉഷ്ണതരംഗം എത്തുമെന്ന് മുന്നറിയിപ്പ്. താപനില 40 ഡിഗ്രിയിലേക്ക് ഉയരുകയാണ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ കൊടുങ്കാറ്റിനും സാധ്യതയുണ്ട്. ജാഗ്രതാ നിർദ്ദേശവുമായി കാലാവസ്ഥാ നിരീക്ഷകർ. ജർമ്മനിയിലുടനീളം വരും ദിവസങ്ങളിൽ കടുത്ത ചൂടും ഉഷ്ണതരംഗവും അനുഭവപ്പെടുമെന്ന കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഗോർഗിയാസ് എന്ന ശക്തമായ അന്തരീക്ഷ മർദ്ദത്തെ തുടർന്ന് വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നുള്ള ചൂടുള്ള ഈർപ്പമുള്ള വായു ജർമ്മനിയിലേക്ക് പ്രവേശിച്ചതാണ് പെട്ടെന്നുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം. പല നഗരങ്ങളിലും ഔദ്യോഗികമായി അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ജർമ്മനിയിൽ പ്രതീക്ഷിക്കുന്ന പ്രധാന കാലാവസ്ഥാ മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ചൂട് 40 ഡിഗ്രിയിലേക്ക് ഉയരും. രാത്രിയിലും ആശ്വാസമില്ല. രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലകളിലാണ് ചൂട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പലയിടങ്ങളിലും വ്യാഴാഴ്ച തന്നെ താപനില 36 ഡിഗ്രി കടന്നിരുന്നു. പകലിലെ കടുത്ത ചൂടിനു പുറമെ രാത്രിയിലും താപനില വലിയ തോതിൽ താഴാത്ത ട്രോപ്പിക്കൽ നൈറ്റ് പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വാരാന്ത്യത്തോടെ ജർമ്മനിയിലെ പല ഭാഗങ്ങളിലും ചൂട് 40 ഡിഗ്രി വരെ ഉയർന്നേക്കാം. തീരദേശ മേഖലകളിൽ മാത്രമാണ് താപനില 30 ഡിഗ്രിക്ക് അടുത്ത് നിൽക്കുന്നത്. ഒപ്പം കനത്ത ഇടിമിന്നലും ആലിപ്പഴ വർഷവും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. വെള്ളിയാഴ്ചയോടെ പ്രാദേശികമായി വൻതോതിലുള്ള മേഘവിസ്ഫോടനത്തിനും വെള്ളപ്പൊക്കത്തിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ജർമ്മനിയിലെ പൗരത്വം സംബന്ധിച്ച വാർത്തയാണ്. ജർമ്മനിയിൽ പൗരത്വം നേടുന്നതിനായി ചിലർ നടത്തുന്ന വ്യാജ ഭാഷാ സർട്ടിഫിക്കറ്റ് തട്ടിപ്പുകളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇവിടെ നേരെ ചൊവ്വേ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി ജർമ്മൻ പൗരത്വം നേടുന്നവർക്ക് ഒരു വെല്ലുവിളി ആയിരിക്കുകയാണ് ഇതൊക്കെ. ജർമ്മൻ പാസ്പോർട്ടിനായി വൻ വ്യാജ സർട്ടിഫിക്കറ്റ് തട്ടിപ്പാണ് നടന്നു വരുന്നത്. വെറും 11 യൂറോയ്ക്ക് B1 സർട്ടിഫിക്കറ്റുകൾ വിൽപ്പനയ്ക്ക് മാർക്കറ്റിലുണ്ട്. കർശന നടപടിയുമായി ആഭ്യന്തര മന്ത്രാലയം രംഗത്ത് വന്നു. ജർമ്മൻ പൗരത്വവും പാസ്പോർട്ടും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്ക് മുന്നിലെ ഏറ്റവും വലിയ കടമ്പയായ ജർമ്മൻ ഭാഷാജ്ഞാനം, അതായത് ഡോയ്ച്ച് കെന്നിസെ മറികടക്കാൻ ജർമ്മനിയിൽ വ്യാപകമായി വ്യാജ സർട്ടിഫിക്കറ്റ് തട്ടിപ്പുകൾ നടക്കുന്നതായി ജർമ്മനിയിലെ പ്രമുഖ മാധ്യമം നടത്തിയ പ്രത്യേക അന്വേഷണത്തിലാണ് ഇന്റർനെറ്റ് വഴി വ്യാജ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന വൻ മാഫിയ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത്. വെറും 11 യൂറോയ്ക്കാണ് B1 സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ജർമ്മൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ നിയമപരമായി B1 ലെവൽ ഭാഷാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. എന്നാൽ കഠിനമായി പഠിച്ച് പരീക്ഷ എഴുതുന്നതിന് പകരം കുറുക്കുവഴി തിരയുന്നവർക്കായി ഇന്റർനെറ്റിൽ നിരവധി വ്യാജ വെബ്സൈറ്റുകളാണ് ഉള്ളത്. പത്രം നടത്തിയ പരീക്ഷണത്തിൽ ഗൂഗിളിൽ സർട്ടിഫിക്കറ്റ് ഡോയ്ച്ച് B1 കൗഫൻ എന്ന് തിരഞ്ഞപ്പോൾ വെറും 11 യൂറോ നൽകിയാൽ ഉടനടി ഡൗൺലോഡ് ചെയ്യാവുന്ന രീതിയിൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന സൈറ്റുകൾ കണ്ടെത്തി. അപേക്ഷകന്റെ പേര്, ജനനത്തീയതി, പരീക്ഷാ തീയതി, ലഭിച്ച മാർക്ക്, ഔദ്യോഗിക സ്റ്റാമ്പ് എന്നിവയെല്ലാം ഉപഭോക്താവിന് സ്വയം നിശ്ചയിച്ച് മിനിറ്റുകൾക്കകം PDF ഫയലായി ഇത് പ്രിന്റ് ചെയ്തെടുക്കാം. ഈ വെബ്സൈറ്റുകളിൽ ഇവയ്ക്ക് നിയമസാധുത ഇല്ലെന്നും ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നും ചെറിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പൗരത്വത്തിനായുള്ള അപേക്ഷകൾക്കൊപ്പം ഇത്തരം വ്യാജരേഖകൾ സമർപ്പിക്കുന്നവരുടെ എണ്ണം ജർമ്മനിയിൽ വർദ്ധിച്ചു വരികയാണ്. മ്യൂണിക്കിൽ ഇത് 2% അപേക്ഷകൾ വ്യാജമായി കണ്ടെത്തിയത്. ജർമ്മനിയിലാകെ 2025 മാത്രം 3,32,500 പേർക്ക് പൗരത്വം നൽകിയിട്ടുണ്ട്. ഇതിൽ എത്രയെത്ര വ്യാജന്മാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കൃത്യമായ സ്ഥിതിവിവര കണക്കുകൾ നിലവിൽ ലഭ്യമല്ല. എങ്കിലും മ്യൂണിച്ച് നഗരത്തിന് മാത്രം കണക്കുകൾ പരിശോധിച്ചപ്പോൾ പൗരത്വ നടപടികളിൽ ഏകദേശം 2% അപേക്ഷകൾ വ്യാജ സർട്ടിഫിക്കറ്റ് സംശയത്തെ തുടർന്ന് റദ്ദാക്കിയതായി അധികൃതർ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ വർഷം മ്യൂണിക്കിൽ സമർപ്പിക്കപ്പെട്ട അപേക്ഷകളിൽ 149 കേസുകളിൽ കൃത്യമായ വ്യാജ സർട്ടിഫിക്കറ്റ് തട്ടിപ്പ് കണ്ടെത്തുകയും ഇതിൽ 100ഓളം പേർക്കെതിരെ ഔദ്യോഗികമായി ക്രിമിനൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ സംസ്ഥാനത്തും വ്യാജന്മാർ വിലസുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിലൊക്കെ തന്നെ മലയാളികൾ ചെന്നുപെട്ടിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇവരാരും തന്നെ ഇക്കാര്യം പുറത്തു പറയുന്നില്ല താനും. ഇതിൽ ചിലർ സിറ്റിസൺഷിപ്പിനായി ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ടെന്നും സൂചനകൾ ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരക്കാർ പോലീസിന്റെ പിടിയിലാകുമെന്നുള്ളതാണ് ഇനി കാണാൻ പോകുന്നത്. എന്നാൽ പൗരത്വ അപേക്ഷയോടൊപ്പം വ്യാജ ഭാഷാ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നത് ജർമ്മനിയിൽ കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന ഔദ്യോഗിക രേഖ ചമയ്ക്കൽ, അതായത് ഊർക്കുണ്ടൻ ഫേൽഷൂങ് എന്ന ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ വരും. ഇത്തരക്കാരിൽ നിന്ന് വൻ തുക പിഴ ഈടാക്കുന്നതിനൊപ്പം ജർമ്മൻ പൗരത്വം എന്നേക്കുമായി നിഷേധിക്കപ്പെടുകയും ചെയ്യുമെന്ന് ജർമ്മനിയിലെ പ്രോസിക്യൂട്ടർമാർ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, പുതിയതായി സിറ്റിസൺഷിപ്പ് ടെസ്റ്റുകൾ കർശനമാക്കുകയാണ്. ഇസ്രയേൽ അനുകൂല നിലപാട് നിർബന്ധമാക്കിയിരിക്കുകയാണ്. വ്യാജ ഭാഷാ സർട്ടിഫിക്കറ്റുകൾ തടയുന്നതിനുള്ള കർശന ഡിജിറ്റൽ പരിശോധനകൾ ഏർപ്പെടുത്തുന്നതിനൊപ്പം ജർമ്മനിയിലെ പൗരത്വ പരീക്ഷയിലും, അതായത് ഐൻബർഗറും ടെസ്റ്റിൽ മാറ്റങ്ങൾ വരുത്താൻ ആഭ്യന്തര മന്ത്രാലയം ഒരുങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ജൂതവിരുദ്ധത തടയുന്നതിന്റെ ഭാഗമായി അപേക്ഷകർ ജർമ്മൻ ഭരണഘടനയോടും ഇസ്രായേലിന്റെ നിലനിൽപ്പിനുള്ള അവകാശത്തോടും യോജിക്കുന്നുണ്ടോ എന്ന് എഴുതി ഒപ്പിട്ട് നൽകേണ്ടി വരും. പുതിയ കുടിയേറ്റ നിയമങ്ങൾ വഴി പൗരത്വ നടപടികൾ ജർമ്മനി ലളിതമാക്കിയിട്ടുണ്ടെങ്കിലും വ്യാജരേഖകൾ ചമച്ച അധികൃതരെ പറ്റിക്കാൻ നോക്കിയാൽ കടുത്ത ജയിൽ ശിക്ഷയോ നാടുകടത്തലോ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. എന്നാൽ കഴിഞ്ഞ ദിവസം ജർമ്മൻ ആഭ്യന്തരമന്ത്രിമാരുടെ കോൺഫറൻസിൽ ജർമ്മനിയിലെ കടുത്ത സുരക്ഷാ വീഴ്ചയും ഇതിനെതിരെയുള്ള രഹസ്യ റിപ്പോർട്ടും പ്രധാന അജണ്ടയായി അധികൃതർ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വ്യാജ ഭാഷാ സർട്ടിഫിക്കറ്റ് തട്ടിപ്പുകൾ തടയുന്നതിനായി സ്വീകരിച്ച പ്രധാന തീരുമാനങ്ങളും കർശന നിർദ്ദേശങ്ങളും ഇനി പറയുന്നവയാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയെ പൂട്ടാൻ ആഭ്യന്തര മന്ത്രാലയം ഒരുങ്ങുമ്പോൾ ഡിജിറ്റൽ വെരിഫിക്കേഷനും കടുത്ത ക്രിമിനൽ നടപടികളും ആണ് ഇനിയും നേരിടേണ്ടി വരിക. അതോടൊപ്പം പൗരത്വ പരീക്ഷയിലുള്ള മാറ്റങ്ങളും. ഭാഷാജ്ഞാനമില്ലാതെ കുറുക്കുവഴികളിലൂടെ ജർമ്മൻ പൗരത്വം നേടി പാസ്പോർട്ട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജർമ്മൻ ആഭ്യന്തരമന്ത്രിമാരുടെ തീരുമാനങ്ങൾ ഇനി പറയുന്നവയാണ്. ഡിജിറ്റൽ വെരിഫിക്കേഷനും സെൻട്രൽ ഡാറ്റാബേസും ഉണ്ടാവും. ഇനി മുതൽ പൗരത്വത്തിന് അപേക്ഷിക്കുമ്പോൾ സമർപ്പിക്കുന്ന ഭാഷാ സർട്ടിഫിക്കറ്റുകൾ, ഉദാഹരണത്തിന് ടെൽക്ക്, ഗൊയ്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവ വെറുമൊരു പേപ്പർ രേഖയായി കണ്ട് അധികൃതർ സ്വീകരിക്കില്ല. ഭാഷാ പരീക്ഷകൾ നടത്തുന്ന അംഗീകൃത സ്ഥാപനങ്ങളെയും പൗരത്വ ഓഫീസുകളെയും, അതായത് ഐൻബർഗറും ബെഹറുടെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ ഡാറ്റാബേസ് നിലവിൽ കൊണ്ടുവരുമെന്നാണ് സ്ഥിരീകരണം. ഇതിലൂടെ അപേക്ഷകൻ യഥാർത്ഥത്തിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടോ എന്നും ലഭിച്ച മാർക്ക് എത്രയെന്നും ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ഓൺലൈനായി പരിശോധിച്ച് ഉറപ്പുവരുത്താം. വെബ്സൈറ്റുകളിൽ നിന്നും 11 യൂറോയ്ക്ക് ഡൗൺലോഡ് ചെയ്യുന്ന വ്യാജ PDF സർട്ടിഫിക്കറ്റുകൾ ഇതോടെ പൂർണ്ണമായും തടയാനാവും. അടുത്തത് കടുത്ത ക്രിമിനൽ നടപടികളും പൗരത്വം റദ്ദാക്കലുമാണ്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നത് ഔദ്യോഗിക രേഖകൾ ചമയ്ക്കൽ, അതായത് ഊർക്കുണ്ടൻ ഫേൽഷൂങ് എന്ന കടുത്ത ക്രിമിനൽ കുറ്റമായി കണ്ട് കർശനമായി നേരിടും. ഇത്തരക്കാർക്കെതിരെ ഉടനടി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും വൻ തുക പിഴ ഈടാക്കുകയും ചെയ്യും. അതേസമയം വ്യാജരേഖ ചമച്ച് ഇതിനകം ജർമ്മൻ പൗരത്വം നേടിയെടുത്തിട്ടുള്ളവരാണെങ്കിൽ പോലും ഭാവിയിൽ അത് തെളിഞ്ഞാൽ അവരുടെ ജർമ്മൻ പൗരത്വം പിൻകാല പ്രാബല്യത്തോടെ റദ്ദാക്കാനും, അതായത് ഔസ്ബുർഗറും നടത്തി അവരെ നാടുകടത്താനും നിയമപരമായ ഭേദഗതികളാണ് കൊണ്ടുവരുന്നത്. ഇതുകൂടാതെ പൗരത്വ പരീക്ഷയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. ജർമ്മനിയിൽ വർദ്ധിച്ചു വരുന്ന ജൂതവിരുദ്ധത തടയുന്നതിന്റെ ഭാഗമായി പൗരത്വ പരീക്ഷയുടെ ഉള്ളടക്കത്തിലും മാറ്റം വരുത്താൻ മന്ത്രിമാർ തീരുമാനിച്ചു. ജർമ്മനിയുടെ ചരിത്രപരമായ ഉത്തരവാദിത്തങ്ങളും ഇസ്രായേലിന്റെ നിലനിൽപ്പിനുമുള്ള അവകാശവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് അപേക്ഷകർ ഇനി മുതൽ രേഖാമൂലം എഴുതി ഒപ്പിട്ട് നൽകേണ്ടി വരും. ഭരണഘടനാ മൂല്യങ്ങളെ മാനിക്കാത്തവർക്ക് ഒരു കാരണവശാലും ജർമ്മൻ പാസ്പോർട്ട് നൽകില്ല. പൊതുമേഖലാ ജീവനക്കാർക്കും കർശന നിർദ്ദേശമുണ്ട്. ലാംഗ്വേജ് സ്കൂളുകളിലോ പൗരത്വ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസുകളിലോ ഉള്ള ജീവനക്കാർക്ക് വ്യാജരേഖകളെ കുറിച്ച് നേരിയ സംശയം തോന്നിയാൽ പോലും അക്കാര്യം ഉടനടി പോലീസിലോ ഇമിഗ്രേഷൻ വകുപ്പിലോ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പുതിയ നിർദ്ദേശം. ചുരുക്കത്തിൽ, പുതിയ കുടിയേറ്റ നിയമം വഴി ജർമ്മനി പൗരത്വ നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ടെങ്കിലും സുരക്ഷാ പരിശോധനകളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നാണ് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസികൾ ഇത്തരം വ്യാജ ഏജൻസികളുടെ കെണിയിൽ വീഴാതെ കൃത്യമായി പഠിച്ചു തന്നെ സർട്ടിഫിക്കറ്റുകൾ നേടാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ പുതുതായി എത്തിയ, അതായത് കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ ഇവിടെ എത്തിയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് ജർമ്മൻ സിറ്റിസൺഷിപ്പ് എടുക്കാൻ കുറുക്കുവഴികൾ തേടിയിട്ടുള്ള നിരവധി മലയാളികൾ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന സൂചന. ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകൾ NRVയിലെ SN നഗരം കേന്ദ്രമാക്കിയാണ് ഒരു ശ്രീലങ്കൻ സ്വദേശി ഇത്തരക്കാർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇനിയും പൗരത്വ പരീക്ഷയിലെ വിപ്ലവകരമായ മാറ്റങ്ങളെപ്പറ്റി പറയുമ്പോൾ പരീക്ഷാ ചോദ്യങ്ങളിൽ ജർമ്മനിയുടെ ചരിത്രവും രാഷ്ട്രീയവും മാത്രമല്ല ഇസ്രായേലുമായുള്ള ജർമ്മനിയുടെ പ്രത്യേക നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഇനി മുതൽ പ്രധാനമായിരിക്കും. ഇസ്രായേലിന്റെ
തന്റെ നിലനിൽപ്പിനുള്ള അവകാശം അംഗീകരിക്കുമ്പോൾ ജൂതവിരുദ്ധതയോ വംശീയതയോ ഉള്ള യാതൊരുവിധ നിലപാടുകളും വെച്ചു പൊറുപ്പിക്കില്ലെന്ന് ഇതിലൂടെ അപേക്ഷകർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. അതുമാത്രമല്ല, ജർമ്മൻ മൂല്യങ്ങളും ജീവിത രീതിയും, അതായത് ഡോയ്ച്ചെ വേർട്ടെ, ജർമ്മനിയിലെ സമാധാനപരമായ അന്തരീക്ഷവും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനായി ചോദ്യങ്ങളുടെ ഉള്ളടക്കത്തിൽ മാറ്റവും വരുത്തിയിട്ടുണ്ട്. സ്ത്രീപുരുഷ സമത്വം, മതസ്വാതന്ത്ര്യം, ജർമ്മൻ ഭരണഘടനയോടുള്ള വിശ്വസ്തത എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക. ജർമ്മനിയിലെ ജൂത ജനവിഭാഗങ്ങളുടെ ചരിത്രവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന പുതിയ ചോദ്യങ്ങളും പരീക്ഷയുടെ ഭാഗമാകും. ക്രിമിനൽ പശ്ചാത്തല പരിശോധന കൂടുതൽ കടുപ്പമാക്കും. പരീക്ഷ പാസ്സായാൽ പോലും ഒരാൾ ജർമ്മനിയിൽ വെച്ചോ വിദേശത്ത് വെച്ചോ വംശീയ അധിക്ഷേപങ്ങളിലോ ജൂതവിരുദ്ധ പ്രകോപനങ്ങളിലോ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമായാൽ അവർക്ക് ജർമ്മൻ പാസ്പോർട്ട് നിഷേധിക്കപ്പെടും. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പരീക്ഷ എഴുതാൻ പോലും യോഗ്യത ഉണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, വ്യാജ സർട്ടിഫിക്കറ്റുകൾക്കെതിരെ ഡിജിറ്റൽ പൂട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഭാഷാ സർട്ടിഫിക്കറ്റുകളുടെ തട്ടിപ്പ് തടയുന്നതിനൊപ്പം പൗരത്വ പരീക്ഷാ ഫലങ്ങളും ഇനി മുതൽ നേരിട്ട് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ അധികൃതർക്ക് പരിശോധിക്കാനാവൂ. ലാംഗ്വേജ് സ്കൂളുകളിൽ നിന്നോ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നോ നേരിട്ട് ഫെഡറൽ ഡാറ്റാബേസിലേക്ക് വിവരങ്ങൾ കൈമാറുന്ന രീതിയാണിത്. അതുകൊണ്ട് തന്നെ മലയാളികളായ പുതുതലമുറക്കാർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ജർമ്മൻ പൗരത്വ നടപടികൾ ലളിതമാക്കിയെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയെയും സമാധാനത്തെയും ബാധിക്കുന്ന കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നാണ് പുതിയ നിയമത്തിന്റെ അപ്ഡേറ്റുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പൗരത്വം ലഭിക്കാൻ കാത്തിരിക്കുന്നവർ വളരെ ശ്രദ്ധയോടെ വേണം ഇവിടെ ജീവിക്കേണ്ടത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.